മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ വംശപരമ്പര. ഇതൊന്നും അറിയാതെ പോകരുത്. 1928 മോട്ടിലാൽ നെഹ്റുവാണ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്ന് പ്രാക്ടീസൊക്കെ തുടങ്ങിയ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കണമെന്ന് ചെന്നൈയിലല്ല, തമിഴ്നാട്ടിൽ വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഗാന്ധിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, മകനെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കണം. ഒന്നുകൂടി ഞാൻ കൂട്ടച്ചേർത്ത് പറയാം, ഈ വിഷയവുമായിട്ട് ബന്ധമില്ലല്ലോ, എങ്ങനെയാണിത് ഇവർ റെഡിയാക്കി കൊണ്ടുവന്നതെന്നും. ജവഹർലാൽ നെഹ്റു ആദ്യമായി ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വന്ന് സ്വീകരണം കൊടുക്കുന്ന വേളയിൽ മോട്ടിലാൽ കോൺഗ്രസിനെ കൊണ്ട് ആഹ്വാനം ചെയ്യിക്കുന്നു, കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ജവഹറിൻ്റെ ജന്മദിനം പിന്നെ എന്ത് ദിനമായി, ജവഹർ ദിനമായിട്ട്, പിന്നീടത് ബാലദിനം എന്നൊക്കെ അല്ല എന്താ ശിശുദിനമാക്കി, അത് ജവഹർ ദിനമായി ആചരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ഈ 30കളുടെ തുടക്കത്തിൽ പിന്നെ മോട്ടിലാൽ നെഹ്റുവാണ്. എങ്ങനെയാണ് ഗ്രൂം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ഗ്രൂം ചെയ്യുന്നത് വേറൊരു രീതിയാണ്. ഇതങ്ങനല്ല, അധികാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് തൻ്റെ കുടുംബത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. 1928 ഈ കൊള്ളരുതായ്മ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. 28 ഇനി 4 വർഷം കൂടെ കഴിഞ്ഞാൽ 100 വർഷം ആവുകയാണ്. 100 വർഷം, അതായത് നൂറ്റാണ്ടായ കൊള്ളരുതായ്മയുടെ വംശപാരമ്പര്യത്തിൻ്റെ ചരിത്രമായി ഇത്. 1-2 നാളത്തെ അല്ല. എന്നിട്ട് ഇന്നലെയും കൂടി ഏതൊരു കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വാദ്രയുടെ ഈ പ്രിയങ്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ദീർഘകാല ചരിത്രമുള്ള കുടുംബമാണ്. ഇതാണ് ചരിത്രം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതേ ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്, ഒരു വ്യക്തിയെ അതിമഹത്വം പ്രഖ്യാപിച്ചിട്ട് മഹാത്മാവെന്നും ഒക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല, മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ആദ്യമായി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. പരമേശ്വർജിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നല്ലോ, ഈ രാജവാഴ്ച ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ഗാന്ധി ഉള്ള സമയത്ത്. ആ ലേഖനം അതേപടി ഇന്നും ആപ്ലിക്കബിളാണ്. അതെ, ഒരു മാറ്റവും ഇല്ല, പേര് മാത്രം മാറ്റിയാൽ മതി, ഒരു മാറ്റവും ഇല്ലാതെ അതേപടി ഇന്നും. അത് ശരിക്ക് ഈ പുതിയ തലമുറ ഈ കാര്യങ്ങളെ പുതിയ തലമുറ പഠിക്കുകയല്ല, അവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് വായ പൊളിച്ചാൽ എല്ലാവരും മതേതരത്വം, ജനാധിപത്യം, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നവർ ഇത് 1000-1 അംശം പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നാടാണ്. അത് പണ്ട് പുരാതന കാലത്തൊന്നും അല്ല, 50 വർഷം പോലും ആയിട്ടില്ല എന്ന ഓർമ്മ അത് എല്ലാ കാലത്തും വേണം. ആ കൊള്ളരുതായ്മ ചെയ്തത് നെഹ്റു കുടുംബമാണെന്നും ഇന്ദിരാഗാന്ധിയാണെന്നും ആ രക്തം ഇന്ന് വരെ മാറിയിട്ടില്ല എന്നും ഉള്ളത് പാഠമായി ചരിത്രത്തിൻ്റെ മുമ്പിൽ എപ്പോഴും കൊളുത്തി വെക്കേണ്ട ഒരു പാഠമാണ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട യുഗത്തിൻ്റെ അവിടേക്ക് ശക്തമായ വെളിച്ചം അടിച്ച് കാണിച്ചു കൊടുക്കണം. ഇവർ പറയുന്ന ജനാധിപത്യം എന്താണ്, ഇവർ പറയുന്ന മൂല്യങ്ങൾ എന്താണ്, ഇവർ പറയുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കണം. വരണ്ടുപോകും ശരിക്കും. മഹാഭാരതത്തിൽ ഈ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അത് കഥയായിട്ട് സ്വീകരിച്ചാൽ മതി. ആ സന്ദർഭത്തെ ആവിഷ്കരിച്ചത് വ്യാസൻ ഈ നരകത്തിൻ്റെ ഒരു വർണ്ണനയുണ്ട്. അവിടേക്ക് ചെന്ന് കയറുന്ന ഒരു രംഗം, അതിതീഷ്ണമായ ചൂടും തിളച്ച് കിടക്കുന്ന ലോഹങ്ങളും, അത് ഇപ്പോൾ പറയേണ്ടതില്ല. ആ തീഷ്ണമായ രംഗം വിവരിച്ചിട്ട് അവിടേക്ക് യുധിഷ്ഠിരൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ സാന്ത്വനം കിട്ടുകയാണ് അവിടെ കിടക്കുന്ന ജീവന്മാർക്ക്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ട് താങ്ങാൻ കഴിയാതെ തിരിച്ച് നടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എല്ലാവരും അലമുറയിടാൻ, അങ്ങ് പോവരുത്, ഒരല്പനിമിഷം ഇവിടെ നിൽക്കണം, ഞങ്ങൾക്കൊരല്പം ആശ്വാസം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിൻ്റെ വിവരണമുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നോളം അധികം വായനയൊന്നും നടത്തിയിട്ടില്ല, ഇത്രയും തീഷ്ണമായി ഒരു സന്ദർഭത്തെ വ്യാസൻ വിവരിച്ചിട്ടുള്ളതുപോലെ ഒരു സാഹിത്യകാരനും എഴുതാം. അത്ര തീഷ്ണവും ക്രൂരവും ഭയാനകവുമാണ് നരകവർണ്ണന. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ്. അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ അത് നാം അറിയേണ്ടത് തന്നെയാണ്.